ഹായ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10th പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രസ്താവനയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. അത് തെറ്റാണ്, ബന്ധമില്ലാത്തതാണ്. രണ്ടാമത്തെ ആസാദി കാ അമൃത് മഹോത്സവ ബന്ധമുള്ളതാണ്. മൂന്നാമത്തേത് എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം. അപ്പോൾ ഒന്നുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നുള്ളത് എയും സിയും ആണ്, ബിയും ഡിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തേത് എന്ന് പറയുന്നത് എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, അത് ബന്ധമുള്ളതാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ എ 1 മാത്രം എന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രസ്താവനയാണ് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത വനിതകളെ തൊഴിൽ മേഖലയിലേക്ക് തിരികെ എത്തിക്കുക. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. അതും ശരിയാണ്. അപ്പോൾ 1, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് 2021 25ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത്. അതിൻ്റെ ആൻസർ ദിസ് ഇസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റീസറക്ഷൻ എന്നതായിരുന്നു. ഇപ്പോൾ 2025 IFFK കിട്ടിയിട്ടുള്ള സുവർണ ചകോരം കിട്ടിയിട്ടുള്ളത് 2 Seasons 2 Strangers എന്ന ഫിലിമിനാണ്. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഷോ മിയാക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ. ആ ക്വസ്റ്റ്യനും അഞ്ചാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യനാണ് ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്. അതിൽ ശരിയല്ലാത്ത പ്രസ്താവന 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗട്ടാണ്. അത് ശരിയാണ്. 2020 ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ടാണ്. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ പ്രോമിസ്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് നാലാമത്തെ മാത്രമാണ്. അപ്പോൾ 4 മാത്രം എന്ന ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വിജയരാജ സിന്ധ്യയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ ആണ്. 2024 ഒട്ടക വർഷം, 2025 ഹിമാനി പ്രിസർവേഷനുമായി, അതായത് ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആയിട്ടാണ് UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്. അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, PJ ജോസഫാണ്. ഇപ്പോൾ നിലവിലുള്ളത് 16ാം കേരള നിയമസഭയാണ്. അതിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് പിണറായി വിജയനാണ്. 10ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത് എന്നതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തൃശ്ശൂരാണ്. 11 വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉഷ്ണകാലമാണ്. 12ാമത്തെ ക്വസ്റ്റ്യനാണ് ദേശീയ ജലപാത 1, അതായത് നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലി ഫസ്റ്റ് ലെറ്റർ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഹാൽദിയ ടു അലഹബാദ് അല്ലെങ്കിൽ അലഹബാദ് ടു ഹാൽദിയ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യനാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്. അതിന് ആൻസർ ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകളാണ്. 14ാമത്തെ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണെന്നാണ്. അതിന് ഫസ്റ്റ് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. അതും ശരിയാണ്. അപ്പോൾ 4ാമത്തെ പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അത് തെറ്റാണ്. അതാണ് അതിൽ തെറ്റായിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. ഏറ്റവും കൂടുതൽ നെല്ലാണ്. 2ാമത്തെ സ്ഥാനത്താണ് ഇത് ഗോതമ്പ് വരുന്നത്. പിന്നെ ഇതൊരു റാബി വിളയാണ്. അതും ശരി, റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗോതമ്പാണ്. 17ാമത്തെ ക്വസ്റ്റ്യനാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് കിഴക്കൻ തീരസമതലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കാവേരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? അത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യന്, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? അതിൽ അറബിക്കടലിൽ സിന്ധു അറബിക്കടലിലാണ് പതിക്കുന്നത്, നർമ്മദ അറബിക്കടലിലാണ് പതിക്കുന്നത്, പെരിയാറും അറബിക്കടലിലാണ് പതിക്കുന്നത്, മഹാനദി അറബിക്കടലിലല്ല പതിക്കുന്നത്. അപ്പോൾ 1, 3, 4 എന്ന ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ആർട്ടിക്കിൾ 21A, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. 22ാമത്തെയാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ സമയത്ത് അരുൺകുമാർ മിശ്രയായിരുന്നു. ഇപ്പോൾ നിലവിൽ വി രാമസുബ്രഹ്മണ്യനാണ് 2026. 23ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസമാണ്. സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ആണ് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 24ാമത്തെയാണ്, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10 അംഗങ്ങളെ കൂടി നിയമിക്കാൻ കഴിയും. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബച്ചവൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കൈലാസ് സത്യാർത്ഥി. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? അത് ബംഗാളി ഭാഷയിലാണ്. ഓപ്ഷൻ സി ആണ്. വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണത് എടുത്തിട്ടുള്ളത്. 27ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഗവൺമെൻറ് രൂപയുടെ ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചതെന്ന് 2010 ജൂലൈ 15 ഓപ്ഷൻ എ ആണ് ആൻസർ. 28, മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? അത് സോവിയറ്റ് യൂണിയൻ ആണ്. ഈ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 29, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിൽ 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ട്, അപ്പോൾ ഒന്ന് ഇല്ലാത്ത പ്രസ്താവനയായിരിക്കും. അപ്പോൾ എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2ാമത്തെ, ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 3ാമത്തെയാണ്, 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. അത് തെറ്റാണ്. അപ്പോൾ 2005 ഒക്ടോബർ 12 അത് നിലവിൽ വരുന്നത്. അപ്പോൾ 2ഉം 3ഉം എന്ന ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. 31, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഫസ്റ്റ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. അത് ശരിയായതാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് മാത്രം എടുക്കുക. അപ്പോൾ അതിൽ ഡി ഒഴിവാക്കാൻ പറ്റും നമുക്ക്. 2ാമത്തെയാണ്, 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. അതും ശരിയാണ്. അപ്പോൾ 2ഉം ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബിയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എയും സിയും മാത്രം നോക്കിയാൽ മതി. 3ാമത്തേത്, സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. രാഷ്ട്രീയ ഗുരുവായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം എന്നതാണ് അതിൽ ശരിയായിട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യന് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യനാണ്, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലത്ത് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അത് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ 2ാമത്തെ നോക്കുക, കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. അത് തെറ്റാണ്. അപ്പോൾ 2 ഇല്ലാത്ത ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ 1ഉം പോയി, 3ഉം സിയും പോയി. പിന്നെ അപ്പോൾ 1ഉം 3ഉം ആയിരിക്കും അതിന് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം എന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക.
അതിലൊന്നാമത്തെയാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. അത് തെറ്റാണ്. ആന്ധ്രാപ്രദേശാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഇല്ലാത്ത ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബിയും സിയും ഡിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 1, 2, 3 എന്നിവ ശരിയായത്. 35ാമത്തെ ക്വസ്റ്റ്യനാണ് 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ അത് തെറ്റാണ്. രണ്ടാമത്തേന്ന് ഝാൻസി റാണി ലക്ഷ്മിബായി അത് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത പ്രസ്താവന നോക്കിയാൽ മതി. അപ്പോൾ ഒന്നില്ലാത്ത പ്രസ്താവന ആൻസർ വരുന്നത് ബി മാത്രമാണ്. അപ്പോൾ 2, 3 എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത്. 36ാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് സേവാസമിതി. സേവാസമിതി NM ജോഷി അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുള്ളതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എയും സിയും ഡിയും ക്യാൻസൽ ചെയ്താൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയും ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 37ാമത്തെ ക്വസ്റ്റ്യനാണ് ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് ട്രൂ ആണ്. അപ്പോൾ ഒന്നില്ലാത്ത പ്രസ്താവന നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഡി ഒഴിവാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ നോക്കുക. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു അതും ശരിയാണ്. അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷനായിട്ടുള്ള ബി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി എയും സിയും മാത്രമേ ഉള്ളൂ കിടക്കുന്നത്. പിന്നെ അടുത്തതാണ് സതീ സമ്പ്രദായം ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ സി 1 and 2 എന്നുള്ളതായിരിക്കും കിട്ടുക. 38ാമത്തെ ക്വസ്റ്റ്യനാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ VP മേനോൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ സി ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ JB കൃപലാനി അത് തെറ്റാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എയും ബിയും പോയി. ഇനി ആകെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി ആണ് അതിൻ്റെ ആൻസർ. അതായത് 1, 3 സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 39 രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നില്ലാത്ത ആൻസർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡി ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അതും ശരിയാണ്. അപ്പോൾ രണ്ടില്ലാത്ത പ്രസ്താവന നമുക്ക് ഒഴിവാക്കാം. സിയും ഡിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇനി മൂന്നാമത്തെയാണ് 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുക. അത് തെറ്റാണ്. 52 സെക്കൻഡ് കൊണ്ടാണ് പാടിത്തീരുക. അപ്പോൾ 1, 2 എന്ന ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യനാണ് വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. അത് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് ബി ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷൻസ് ആയിട്ടുള്ള നമുക്ക് സി ഒഴിവാക്കാൻ പറ്റും. സിയും ബിയും ഇപ്പോൾ പോയി. ഇനി എയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മൂന്നാമത്തെയാണ് ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 and 2 എന്നതാണ്. 41ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കോട്ടയം. അത് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷനായി സി ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് HMT ലിമിറ്റഡ് എറണാകുളമാണ്. അതും ശരിയാണ്. അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷനായിട്ടുള്ള എ ക്യാൻസൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയാണ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം. അത് തെറ്റാണ്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 and 2. 42ാമത്തെ ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്?
അതിൻ്റെ ഫസ്റ്റിൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നുള്ളതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിയും സിയും ഡിയും ക്യാൻസൽ ചെയ്ത് അപ്പോൾ എ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 43 തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് തുഞ്ചൻ സ്മാരകം തിരൂര്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുരിശി മംഗലം. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് വള്ളത്തോൾ മ്യൂസിയം. അത് കൊല്ലം. അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. 44ാമത്തെ ക്വസ്റ്റ്യനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തെ വരുന്നത് വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്. അത് ശരിയാണ്. രണ്ടാമത്തേത് അവിൽ പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് മുത്തശ്ശി എൻ ബാലാമണി അമ്മ. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം എന്ന ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 ലേറ്റസ്റ്റ് ഉള്ളത് കവിതാ വിഭാഗത്തിലെ അനിതക്കാണ് കിട്ടിയത്. അനിത തമ്പിക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പിനും. നോവൽ വിഭാഗത്തിന് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലിനും. ചെറുകഥയ്ക്ക് വി ഷിനിലാലിൻ്റെ കൃതിയാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നതിനും. ബാലസാഹിത്യം EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 45ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ പമ്പ പുളിച്ചുമല. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ചാലക്കുടിപ്പുഴ ആനമല. മൂന്നാമത്തെയാണ് അച്ചൻ കോവിലാർ പമ്പ നദി. അപ്പോൾ ഇതിൽ 1ഉം 2ഉം എന്ന ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ വരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. അതിൽ ആന്ധ്രാപ്രദേശിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നില്ല. അപ്പം ബിയും ഗോവയും കർണാടകയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 2ഉം 3ഉം ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും. 47ാമത്തെയാണ് കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 47ാമത്തേത് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഡി ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന് ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2 എന്നിവ ഓപ്ഷൻ സി ആയിരിക്കും. 48 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം. അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. 48 ബി ആയിരിക്കും ആൻസർ വരുന്നത്. 49 ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഫസ്റ്റത്തേണ് PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണമാണ്. അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ വ്യവസായം. തെറ്റാണ്. അടുത്തതാണ് ഡോക്ടർ AR മേനൻ ആരോഗ്യമാണ്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം എന്നതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 50 കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെയാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി. അത് ശരിയായിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യനാണ് നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം. അത് തെറ്റാണ്. അപ്പോൾ 2 ഇല്ലാത്തത് നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 52ാമത്തെയാണ് കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. മാതൃഭൂമി KP കേശവമേനോൻ.
ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. 53-ാമത്തെ ക്വസ്റ്റ്യനാണ്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെയാണ് ഋതുമതി പ്രേംജി, അത് ശരിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് പാട്ടബാക്കി KPR ഗോപാലൻ, അത് തെറ്റാണ്. അപ്പോൾ 1, 2 എന്ന ഓപ്ഷൻ D ആയിരിക്കും ഇതിന് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബണാനന്ദൻ, അത് തെറ്റാണ്. അപ്പോൾ ഒന്നില്ലാതെ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ D കിട്ടും. 2, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 55 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് ഡോക്ടർ പൽപ്പു, അത് തെറ്റാണ്. രണ്ടാമത്തെയാണ് TK മാധവൻ, അത് ശരിയാണ്. മൂന്നാമത്തെയാണ് KP കേശവമേനോൻ, അതും ശരിയാണ്. അപ്പോൾ 2, 3 എന്ന ഓപ്ഷൻ C ആയിരിക്കും അതിന് ആൻസർ വരുന്നത്. 56-ാമത്തെ ക്വസ്റ്റ്യനാണ്. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിന് അടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെയാണ് പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റു ആണ്, അത് തെറ്റാണ്. ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെയാണ് 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു, അതും ശരിയാണ്. അപ്പോൾ 1, 3 എന്ന ഓപ്ഷൻ D ആയിരിക്കും ആൻസർ വരുന്നത്. 57-ാമത്തെ ക്വസ്റ്റ്യനാണ്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ വൃദ്ധജനസംഘം രൂപവൽക്കരിച്ചു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി, അതും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും, അത് തെറ്റാണ്. അപ്പോൾ 1, 2 എന്ന ഓപ്ഷൻ B ആയിരിക്കും ആൻസർ. 58-ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 59-ാമത്തെ ക്വസ്റ്റ്യനാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ത്തിലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു, അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്, അത് തെറ്റായിട്ടുള്ളതാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചിട്ടുള്ളത്, അത് ശരിയാണ്. അപ്പോൾ 1, 3 എന്ന ഓപ്ഷനായിട്ടുള്ള D ആണ് ഇതിന് ആൻസർ വരുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യനാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരം ഒന്നാമത്തെയാണ് കുഞ്ഞമ്പു നായർ, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ചിരുകണ്ഠൻ, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് KCS മണി, അത് തെറ്റാണ്. അപ്പോൾ 1, 2 എന്ന ഓപ്ഷൻ B ആയിരിക്കും ആൻസർ. 61-ാമത്തെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഓപ്ഷൻ C ഇനാമലാണ്, പല്ലിലെ. 62-ാമത്തെയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൽ ഓപ്ഷൻ D 62 ജീവകം B കോംപ്ലക്സിൽ പെടാത്തതാണ്. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. അടുത്തതാണ് 63 രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമോഫീലിയാണ്, ഓപ്ഷൻ D ആണ്. 64 മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം, ഓപ്ഷൻ എ ആണ്. 65-ാമത്തെ ക്വസ്റ്റ്യനാണ്. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ, ഓപ്ഷൻ D ആണ്. 66-ാമത്തെ ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്, തെറ്റാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ എയും ബിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് രണ്ടാമത്തെ നോക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി 3 ഓപ്ഷൻ C ആണ് ആൻസർ കിട്ടും. 2, 4 എന്നിവ. പിന്നെ 67-ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? അതിൽ വരുന്നത് ഒന്നാമത്തെയാണ് പവിത്ര, അത് നെല്ലാണ്. ജ്വാലാമുഖി എന്ന് പറയുന്നത് മുളകാണ് വരുന്നത്. ജ്യോതിക അന്നപൂർണ, അന്നപൂർണയും
നെല്ലിനങ്ങളാണ്. അപ്പം പവിത്രയും അന്നപൂർണയാണ് നെല്ലിനങ്ങൾ. അപ്പോൾ 1, 4 എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. 68 മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കോളറ മലിനജലത്തിലൂടെ കുടിവെള്ളത്തിലൂടെ വരുന്ന ഒരു അസുഖമാണ് അല്ലേ. അപ്പം 4 ഓപ്ഷൻ വരുന്ന 4 ആൻസർ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 1, 2, 4 മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. 69ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു, അത് ശരിയാണ്. രണ്ടാമത്തെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു, അത് കാർബൺ മോണോക്സൈഡാണ് ഹീമോഗ്ലോബിനായി ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം അടുത്തതാണ്, അപ്പോൾ 2 ഇല്ലാത്ത ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ കിട്ടും. 70ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനം, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെയാണ്, തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 ഇല്ലാത്തത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബിയും ഡി ആണ് 1 ഇല്ലാത്തത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ആൻസർ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റായ ജോഡിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ നോക്കുക, ഇരവിക്കുളം നാഷണൽ പാർക്കാണ്, അതായത് ദേശീയോദ്യാനമാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഇരവിക്കുളം വന്യജീവി സങ്കേതം, ഇതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 3 വരുന്നത് 3ഉം 4ഉം എന്ന ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യനാണ്, തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഫസ്റ്റത്തെയാണ്, സംയുക്തം അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ, അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് വിറ്റമിൻ സി ആണ്, വിറ്റമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും അതിന് ആൻസർ വരുന്നത്. പിന്നെ 72 അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, മഗ്നീഷ്യമാണ് അതിൽ ഉൾപ്പെടാത്തത്. 73ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? അതിന് ആൻസർ വരുന്നത് ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ജർമേനിയം, സിലിക്കൺ, ആർസനിക് എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. ബാക്കിയെല്ലാം സോഡിയം, ഫസ്റ്റത്തിൽ സോഡിയം ഉണ്ട്, രണ്ടാമത്തിൽ ലിഥിയം ഉണ്ട്, മൂന്നാമത്തിൽ ബെറീലിയം ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലും പെട്ടതാണ്. അപ്പോൾ ഉപലോഹങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജർമേനിയവും സിലിക്കണും ആർസനിക്കുമാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. 74ാമത്തെയാണ്, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. അതിന് ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ്. അപ്പോൾ സിങ്കിൻ്റെ Zn പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമ്പോൾ HCl വരും. അപ്പോൾ സിങ്ക് ക്ലോറൈഡും പിന്നെ അതേപോലെ ബാക്കി വരുന്നത് ഒരു ഹൈഡ്രജൻ ആയിരിക്കും. 75ാമത്തെയാണ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? അത് ഒന്നാമത്തെയാണ് രാസവളത്തിൻ്റെ നിർമ്മാണം, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് മഷിയുടെ നിർമ്മാണം, അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് പാഴ്ജല ശുദ്ധീകരണം, അതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1ഉം 3ഉം എന്ന ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 76ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 തന്നിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം കാണാൻ വേണ്ടിയിട്ട് r/2 ചെയ്താൽ മതി. അപ്പോൾ 30/2 എന്ന് പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 77ആണ്, എന്തിൻ്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? അത് ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ്. 77A ആണ് ആൻസർ വരുന്നത്. 78 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ നോക്കാം, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും, അതും ശരിയാണ്.
അപ്പോൾ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റിലെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി മൂന്നാമത്തെ നോക്കാം. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2 എന്ന ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് പ്രവർത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? അതിൽ ഫസ്റ്റിലെയാണ് ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതതിന് ഉദാഹരണമല്ല. രണ്ടാമത്തെയാണ് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതിനുദാഹരണമാണ്. മൂന്നാമത്തെയാണ് ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതും അതിനുദാഹരണമാണ്. അപ്പോൾ 2, 3 എന്ന ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? അപ്പോൾ അതിൽ ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30/5 ചെയ്താൽ മതി. പ്രവേഗം തന്നിട്ടുണ്ട്, വെലോസിറ്റി ബൈ ടൈമാണ് ഇത് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ 30/5 ചെയ്യുമ്പോൾ 6 കിട്ടും. 6 മീറ്റർ/സെക്കൻഡ്² ആയിരിക്കും കിട്ടുക. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഓൾ.